ക്ലൈമാക്സ് സിനിമാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീം ക്ലൈമാക്സ് ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള വള്ളിവട്ടത്താണ്. ഇവിടെയാണ് നമ്മുടെ ടീം ഫനേഷ് സാറിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി JBL സ്പീക്കർ പാക്കേജിൽ തീർത്ത ഒരു 7.1 ഡോൾബി അറ്റ്മോസ് ഹോം തിയേറ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു തിയേറ്ററിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. നമ്മുടെ ഫനേഷ് സാറ് ഇനിഷ്യലി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലേ ഔട്ട് അയച്ചു തരുന്ന സമയത്തും അതായത് റൂമിൻ്റെ ഫോട്ടോ അയച്ചപ്പോഴും അല്ലെങ്കിൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ആയ സമയത്തായാലും ഇവിടെ നമുക്കൊരു വിൻഡോ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇതിലെന്തായാലും അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ വിൻഡോയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒരു എംപ്റ്റി റൂം മാത്രമായിരുന്നത് ഡിസൈനിൽ ഈ വിൻഡോ കാണാത്ത രീതിയിലും, എന്നാൽ ഈ റൂമിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് 20x10 ഒരു എന്താ പറയുക, നമുക്കൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഒരു 2 feet ക്യാബിനറ്റ് അടിച്ചതിന് ശേഷം ആ റൂമും നമ്മളൊന്ന് സൈസ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്തെടുത്തിട്ടാണ് ഈ കാണുന്ന മനോഹരമായ ഒരു ഡിസൈനിലേക്കും തിയേറ്ററിലേക്കും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒരു ഡ്യുവൽ കളർ പാറ്റേൺ ആണ് ഈ ഒരു തിയേറ്ററിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സാറ് കോൺടാക്ട് ചെയ്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഒട്ടും ഒരു ബ്രൈറ്റ് തീം വേണ്ട, നമുക്ക് എപ്പോഴും കാണുമ്പോൾ ഒരു വാം ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കളർ തീമാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്ന പോലെ തന്നെ ഒരു പ്രപ്പോസൽ 3D കൊടുക്കുകയും അതിനുശേഷമാണ് ഈ കാണുന്ന ഫൈനൽ ഔട്ട്പുട്ടായി ഈ തിയേറ്റർ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഫസ്റ്റ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്ന ബ്ലാക്ക് പാനൽസ് ആണ്. അതായത് ലെഫ്റ്റും റൈറ്റും ഈവൻ ഫ്രണ്ടിൽ സ്ക്രീനിൻ്റെ ഏരിയ വരെ നമ്മൾ ഫുള്ളി ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് അടുത്ത സെക്ഷൻ വന്ന സമയത്ത് നമ്മൾ ഒരു ഗ്രേ ഷെയ്ഡ് കൊടുത്ത് ആ ഒരു ആർച്ച് പോലെ, അതായത് നമുക്ക് സൈഡ് വാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ സീലിങ്ങിൽ പോയി നേരെ ഇപ്പുറത്ത് എത്തുന്ന രീതിയിലാണ് ഡിസൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്കിൽ നിന്നൊരു കോൺട്രാസ്റ്റ് ആയിട്ടൊരു കളർ എടുത്ത് നീക്കുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ കാണുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. അതിൽ ബാക്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു ആംഗിൾ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ആംഗുലർ ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡിസൈൻ എല്ലാം തന്നെ നമ്മൾ ഈ നമ്മുടെ ഫ്രെയിം വർക്കിൽ ചെയ്തതിനെടുത്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഡിസൈനിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഏതൊരു തിയേറ്ററിനെ മനോഹരമാക്കുന്ന അവിടുത്തെ ആ ഒരു ഇലക്ട്രിക്കൽ ലൈറ്റ് സെറ്റപ്പാണ്. അപ്പോൾ ഈ റൂമിലും നമ്മളെല്ലാ തിയേറ്ററും പോലെ തന്നെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വാൾസിൽ പ്രൊഫൈൽ ലൈറ്റ്സും അത് ഈ പറഞ്ഞ നമ്മുടെ സൈഡ് വാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിസൈനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ വാൾ വരെ എത്തിച്ചിരിക്കുന്നത്. സെയിം പോലെ തന്നെ ഒരു കോസി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂവി കാണുന്ന ഒരാൾക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ഒരിക്കലും ആ ഒരു ബ്രൈറ്റ് കളർ തട്ടി അതായത് നമ്മുടെ പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ബ്രൈറ്റ് കളർ തട്ടിയിട്ട് ഒരിക്കലും കോൺസെൻട്രേഷൻ അപ്പുറത്തോട്ട് മാറുന്നില്ല. നമുക്ക് ഫുൾ ഫോക്കസ് നമ്മുടെ സ്ക്രീനിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് വാൾ ടു വാൾ സ്ക്രീൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കസ്റ്റമറെ കോൺടാക്ട് ചെയ്ത സമയത്തുള്ള ആഗ്രഹം നമുക്ക് മാക്സിമം സ്ക്രീൻ സൈസ് ഒക്കീപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റൂമിൻ്റെ സൈസ് ഒന്ന് ക്യാബിനറ്റ് അടിച്ച് ചെറുതാക്കി അതിനുശേഷമാണ് ബാക്കി ഈ കാണുന്ന ഡിസൈൻ വാൾ ടു വാൾ ചെയ്യാനും സാധിച്ചത്. ഞാൻ നേരത്തെ റൂമിൻ്റെ സൈസ് പറഞ്ഞില്ല, നമുക്ക് ഒരു 20 അടി നീളം അതേപോലെ ഒരു 10 അടി വീതിയുള്ള റൂം ആയതുകൊണ്ട് തന്നെ ബിഹൈൻഡ് ദ സ്ക്രീനിലാണ് നമ്മൾ സ്പീക്കേഴ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫനേഷ് സാറിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു, അതായത് സ്പീക്കേഴ്സ് ഒന്നും തന്നെ വെളിയിൽ കാണരുത് എന്നുള്ളത്. നോർമൽ ഒരു മൂവി തിയേറ്ററിൽ കയറുന്ന പോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് സാറ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന റൂമിൻ്റെ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്യാബിനറ്റ് കൊടുക്കുകയും ശേഷം സ്പീക്കേഴ്സ് എല്ലാം തന്നെ ബിഹൈൻഡ് ദ സ്ക്രീനിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ JBLൻ്റെ സ്പീക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവോൾവ് സ്പീക്കേഴ്സിന് പകരം നമ്മളിവിടെ ഫ്രണ്ടിൽ നമ്മൾ LCR യൂണിറ്റ് ബോക്സ് ടൈപ്പ് സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി JBLൻ്റെ ഒരു സ്പീക്കർ പാക്കേജാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം JBL ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് സൗണ്ട് സിഗ്നേച്ചർ നമുക്ക് ഈ ടോട്ടൽ റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കേഴ്സ് എന്ന് പറയുന്ന JBLൻ്റെ തന്നെ സ്റ്റേജ് സീരീസിൽ വരുന്ന 260F എന്ന് പറയുന്ന ഒരു ഡ്യുവൽ 6.5 ഇഞ്ച് തരുന്ന ഒരു ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കറാണ്. ഈ പറയുന്ന 260F എന്ന് പറയുന്ന മോഡൽ ഒരു 2.5A ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ലോ ഫ്രീക്വൻസി നമുക്ക് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്പീക്കേഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം മാച്ച് ചെയ്യുന്ന രീതിയിലാണ് JBLൻ്റെ സ്റ്റേജ് സീരീസിൽ വരുന്ന 245C എന്ന് പറയുന്ന ഒരു സെൻട്രൽ ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ LCR സ്പീക്കേഴ്സും അതേപോലെ തന്നെ നമ്മുടെ സബ് വൂഫറും എല്ലാം ഈ കാണുന്ന ക്യാബിനറ്റിൻ്റെ ബിഹൈൻഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സബ് വൂഫറായി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് JBLൻ്റെ തന്നെ 220P എന്ന് പറയുന്ന ഒരു 12 ഇഞ്ച് പവേർഡ് സബ് വൂഫറാണ്. ഒരു സബ് വൂഫറിൻ്റെ വാട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300 വാട്ട്സ് RMS ആണ് ഈ ഒരു റൂമിലേക്ക്, അത് ഈ ഒരു 20x10 എന്ന് പറയുന്ന റൂമിലേക്ക് ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബേസ് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സബ് വൂഫറിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പീക്ക് കപ്പാസിറ്റി അല്ലെങ്കിൽ പീക്ക് വാട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 വാട്ട്സ് ആണ് അതിൻ്റെ പീക്ക് വരുന്നത്. സറൗണ്ട് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് JBLൻ്റെ തന്നെ W263 എന്ന് പറയുന്ന റെവലിൽ വരുന്ന ഇൻവോൾവ് സ്പീക്കേഴ്സാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ച് ഡ്രൈവ് സൈസ് വരുന്ന ഒരു അലുമിനിയം കോൺകാസ്റ്റ് പോളിമർ ഫ്രെയിം വൂഫറാണ്. അതും ഈ പറഞ്ഞ 2-way സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അറ്റ്മോസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ JBLൻ്റെ തന്നെ അരീന സീരീസിൽ വരുന്ന 6IC എന്ന് പറയുന്ന 2 അറ്റ്മോസ് സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിയേറ്ററിൻ്റെ കൺഫിഗറേഷൻ എന്ന് പറയുന്ന ഡോൾബി അറ്റ്മോസ് 7.1.2 ആണ്. ഇവിടുത്തെ ഒരു ഓഡിയോ കൺഫിഗറേഷൻ നമ്മൾ കണ്ടു, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ അടുത്തത് നമുക്ക് ഈ പ്രൊജക്ടറിനെ കുറിച്ച് പറയാം. ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബെൻക്യൂവിൻ്റെ TK710 എന്ന് പറയുന്ന ലേസർ പ്രൊജക്ടറാണ്. ഈ ഒരു
ലേസർ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും ബെൻക്യൂൻ എന്ന ലേസർ ടെക്നോളജി വരുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഓൾമോസ്റ്റ് ഒരു 3200 ലൂമൻ ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന വിഷ്വൽസ് കുറച്ചുകൂടെ ക്ലിയർ ആൻഡ് വൈബ്രൻ്റ് ആയിരിക്കും. ഒരു 3200 ലൂമൻസ് ലേസർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മൂവി കാണുന്ന സമയത്ത് ഒരിക്കലും ആ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്സൽ ഡ്രോപ്പോ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. നമുക്ക് ആ മൂവി എങ്ങനെയാണോ നമ്മുടെ ഒരു സിനിമാറ്റോഗ്രാഫർ ഉദ്ദേശിക്കുന്നത് ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ പറയുന്ന ബെൻക്യൂൻ്റെ 710 എന്ന് പറയുന്ന മോഡൽ. നമ്മുടെ എല്ലാ തിയേറ്റേഴ്സിലും പോലെ തന്നെ നമുക്ക് ബാക്കിൽ ഒരു ഫ്ലോർ സ്റ്റെപ്പ് റേസർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ തിയേറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാക്കിൽ സ്ലൈഡർ ചെയേഴ്സാണ്. അപ്പോൾ നമ്മൾ നോർമൽ തിയേറ്റേഴ്സിൽ കാണുന്ന പോലെ തന്നെ പുഷ് ബാക്ക് ചെയേഴ്സും ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ 2 മോട്ടറൈസ്ഡ് ലെൻസാണ് കൊടുത്തിട്ടുള്ളത്. അതും ഫ്രം ദ ബ്രാൻഡ് ഹഷോസ്. എൻ്റെ പേര് രഘു, സ്വദേശം വള്ളിവട്ടം പയ്യോട്. ഇത് വൈഫിൻ്റെ വീടാണ്, അളിയൻ്റെയാണ്. ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഇതുണ്ട്. ഇവരെ സെറ്റിങ്ങും മൂവി കാണാനും നല്ല സൗണ്ടിങ്ങും എല്ലാം നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. വരുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവരും എല്ലാവരും വന്ന് കയറി കാണുന്നുണ്ട്. ഇനിയും വരാൻ ആൾക്കാരുണ്ട് കാണാനായിട്ട്. എൻ്റെ മോനായിട്ട് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നു. എനിക്കിതൊക്കെ കാണാനും ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ കസ്റ്റമറെ കോൺടാക്ട് ചെയ്യുന്ന സമയത്തുള്ളൊരു സജഷനായിരുന്നു അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഫുൾ സ്ക്രീനും വേണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു റൂമിന് ഡയമെൻഷൻ വെച്ചിട്ട് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാൾ ടു വാൾ സ്ക്രീൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് എലൈറ്റിൻ്റെ 120 ഇഞ്ച് സ്ക്രീൻ വരുന്ന ഫിക്സഡ് ഫ്രെയിം അക്വസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് 4K സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. 7.1.2 കൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ സഹായിച്ചിരിക്കുന്നത് ഡനോണിൻ്റെ 3800 എന്ന് പറയുന്ന 9.2 ചാനൽ ഏരിയയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ മീഡിയ പ്ലെയർ കൊടുത്തിട്ടുള്ള ആപ്പിൾ ടിവിയുടെ 4K ആണ്. ഈ ഡിസൈൻ എല്ലാം മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഫ്ലോറിൽ ഇവിടെ കാർപ്പറ്റ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സെയിം കളർ പാറ്റേൺ തന്നെയാണ് നമ്മുടെ റിക്ലൈനേഴ്സിലും അതേപോലെ പുഷ് ബാക്ക് ചെയേഴ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എൻ്റെ പേര് ആര്യ. ഇത് എൻ്റെ മാമൻ്റെ വീടാണ്. അപ്പോൾ മാമൻ്റെ ഫാമിലിയുടെ ഒരു ആഗ്രഹമായിരുന്നു വീട്ടിലൊരു ഹോം തിയേറ്റർ വേണം. അങ്ങനെയാണ് ക്ലൈമാക്സ് അവരായിട്ട് ബന്ധപ്പെടുന്നതും അനന്തു എന്ന് പറഞ്ഞ ചേട്ടനായിട്ടാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെ നല്ല രീതിക്ക് തന്നെ അവർ തിയേറ്റർ ഞങ്ങൾക്ക് സെറ്റാക്കി തന്നു. നല്ല സൗണ്ടും എല്ലാ കാര്യങ്ങളും നല്ല സെറ്റായിരുന്നു. ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്ന് കണ്ടിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എല്ലാവർക്കും ഇനിയിപ്പോൾ ചെയ്യണം എന്ന് ഒരേ ആഗ്രഹമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലിങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഈ ഒരു തിയേറ്ററിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. പിന്നെ നമ്മുടെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ ഈ കാണുന്ന നമ്മുടെ ഫ്രണ്ട് ക്യാബിൻ്റെ അടിയിൽ നമ്മൾ റാക്ക് അടിച്ചതിന് ശേഷം അതിൽ കൺസിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഒരു സംശയമാണ് ഒരു ഹീറ്റ് ജനറേഷൻ ഉണ്ടാകില്ല എന്നുള്ളത്. അപ്പോൾ ആ ഹീറ്റ് ജനറേഷൻ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ AVR എക്യുപ്മെൻറ്റ്സിന് നമുക്ക് ലൈഫ് കുറച്ചുകൂടെ കൂടാൻ സാധിക്കുന്നത്. കാരണം ഇൻസ്റ്റൻറ്റ് കൂളിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു കസ്റ്റം മെയ്ഡ് അക്വസ്റ്റിക് ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യലി ഈ റൂമിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നും അതേപോലെ വർക്കിൻ്റെ ഓരോ സ്റ്റേജിലുള്ള ഫോട്ടോസും കാര്യങ്ങളും എന്തായാലും ഇതിനൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു വർക്കിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ആ വർക്കിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന ഈ ഡിസൈൻ എല്ലാം തന്നെ നമ്മൾ എലമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ഇനിഷ്യലി ഫ്രെയിം വർക്ക് ചെയ്തിട്ടാണ്, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഫ്രെയിം വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഡിസൈനിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലൊരു തിയേറ്റർ, അതിപ്പോൾ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൾ ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഡു കോൺടാക്ട് ക്ലൈമാക്സ്.